ആർമീസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് YG ലീക്കറിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഒത്തിരി നോക്കിയിട്ടില്ലായിരുന്നു. എന്നാലും ഈ ഒരു കാര്യത്തിൽ BTSനും കുറച്ച് ഹേറ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഹേറ്റ് പരത്തുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചില ആർമീസ് ഒക്കെ വിശ്വസിച്ചിട്ടും ഉണ്ടായിരിക്കും. അതും YG ലീക്കർ പറഞ്ഞതാണെന്നും പറഞ്ഞ് നമുക്ക് എന്തായാലും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും KSHന്റെ ഒരു കോൺട്രവേഴ്സിയുടെ കാര്യം അറിയാവുന്നതാണല്ലോ. അപ്പോൾ അയാളുടെ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയെന്നുള്ളത് വേറൊരു കാര്യം. YG ലീക്കർ ലീക്ക് ചെയ്തെന്ന് പറയുവാണെങ്കിൽ ബ്ലാക്ക് പിങ്കിന്റെ പ്രീ ഡെബിറ്റിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് ആണ്. ആ വീഡിയോസിൽ ചില ഭാഗത്തൊക്കെ ബ്ലാക്ക് പിങ്ക് മെമ്പേഴ്സ് N-വേർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു കാരണം കൊണ്ട് ബ്ലാക്ക് പിങ്ക് മെമ്പേഴ്സിന് നല്ല രീതിയിൽ ബാക്ക്ലാഷ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലായിട്ട് പല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഡിസ്കോഡ് യൂസർ അയാൾ YG എന്റർടൈൻമെന്റിന്റെ നേരത്തെ ഒരു എക്സ് എംപ്ലോയി ആണെന്ന് പറഞ്ഞാണ് ഈ ഒരു സെൻസിറ്റീവ് ഡേറ്റ അതിൽ ലീക്ക് ചെയ്തത്. അയാൾ സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് YG എന്റർടൈൻമെന്റിന്റെ അണ്ടറിൽ ജോലി ചെയ്ത ഒരാളാണെന്നും ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ YG ലീക്കർ ഇറക്കിയ ഒരു സംഭവമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത ഇയാൾ ഇറക്കിയ സംഭവം എന്താണെന്ന് വെച്ചാൽ YG, SM, ഹൈവ്, ക്യൂബ്, RBW ആൻഡ് സബ്ഡൈറൈസ്, ബ്ലോക്ക്ബെറി, JYP ഇത്രയും പേരുടെ ഒരുപാട് ഡേറ്റാസ് ഇയാളുടെ ഉണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്. അത് എത്രമാത്രം ഡേറ്റയാണെന്നും ജസ്റ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഈ കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ഫുൾ റേസിസം ആണ്, അതുപോലെ തന്നെ മൂബിംഗ് ആണെന്നൊക്കെയും പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇയാൾ പുറത്തുവിടാൻ കാരണമെന്ന് പറയുന്നത് YGയിൽ നിന്ന് ഇയാളെ ഫയർ ചെയ്തത് കൊണ്ടാണെന്നും അതിന്റെ ദേഷ്യത്തിലാണെന്നും പറയുന്നു. അടുത്ത ഇയാൾ പറഞ്ഞെന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇതുള്ളതാണോ എന്ന് അറിയില്ല, ഇതൊരു റൂമർ പോലെ സംഭവമാണ്. ഇയാൾക്ക് എല്ലാ K-pop ഗ്രൂപ്പും ഇഷ്ടമാണ് എക്സെപ്റ്റ് BTS എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാം ഇഷ്ടമാണ്, BTSന് മാത്രം ഇഷ്ടമല്ല. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് റിയൽ ആണോ എന്ന് ശരിക്കും അറിയില്ല. ഇത്രയാണ് ഇയാൾ ഇറക്കിയിട്ടുള്ള സംഭവങ്ങൾ. ഇത് കൂടാതെ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം YG ലീക്കർ ആണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഫേക്ക് കോളുകളും ഹേറ്റേഴ്സും ആണ്. കാരണം ബ്ലാക്ക് പിങ്കിന് കുറെ ഹേറ്റ് കിട്ടിയത് കൊണ്ട് ബ്ലിങ്ക്സും അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളെയും ഈ ബ്ലിങ്ക്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക്സിനെ മാത്രം മോശമായിട്ട് പറയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹേറ്റും ഫാൻവാറും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ YG ലീക്കർ എന്നും പറഞ്ഞ് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ചിലരൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ഈ YG ലീക്കർ തന്നെ റിയൽ ആയിട്ട് ഇറക്കിയ സംഭവങ്ങളാണെന്നല്ല. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ മാത്രമാണ് ഈ പുള്ളി ഒഫീഷ്യലി അയാളുടെ ആ ഒരു ഡിസ്കോഡ് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കുറെ ഫേക്ക് സംഭവങ്ങളുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. RM-ൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അത് ഈ YG ലീക്കർ ലീക്ക് ചെയ്താണ്. അതൊന്നും റിയൽ അല്ല, അതൊക്കെ ഈ ഹേറ്റേഴ്സ് വിടുന്ന സാധനം. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പിലെ വേറെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഗേ ആണ്, അങ്ങനെയാണ്, അതെല്ലാം ഫേക്ക് ആണ്. പിന്നെ ജെന്നി ഡേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവമൊക്കെ YG ലീക്കർ ഇറക്കിയെന്നും പറഞ്ഞ് ഹേറ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് റിയൽ ആയിട്ട് YG ലീക്കർ എന്ന് പറഞ്ഞ ആള് പോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല, ഹേറ്റേഴ്സ് ഇറക്കുന്ന സംഭവങ്ങളാണിത്. പിന്നെ ഇതുപോലെ BTSന്റെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഹേറ്റേഴ്സ് ഇറക്കുന്നതൊക്കെ സംഭവങ്ങളൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് പ്രൊട്ടക്ഷന്റെ ഇതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ 2 ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു ഹൈബ് വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടിസ്റ്റ് പ്രൊട്ടക്ഷന്റെ റൈറ്റിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് കിട്ടും. ആ രീതിയിൽ നിങ്ങൾ ഏതാണോ ആ ഒരു ഹേറ്റ് പോസ്റ്റ് കാണുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫുൾ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് അവർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈബിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഹേറ്റേഴ്സ് ഇതുപോലത്തെ പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് വൾഗർ ആയിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ആർട്ടിസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷന്റെ രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ബ്ലിങ്ക്സ് എല്ലാവരും ഇതിലുള്ളവരല്ല. ബ്ലിങ്ക്സ് ഇറക്കുമ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആയ ആർമീസ് ഇറക്കുന്നുണ്ട്. രണ്ടുപേരും കണക്കാന്ന് പറയാം. കാരണം സ്വന്തം ഐഡൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കും. അപ്പൊ എല്ലാവരും നമ്മൾ മോശക്കാരായിട്ടല്ല പറയുന്നത്, അത് ഒന്നും കൂടെ പറയുവാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻസ് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം.